വെൽക്കം ടു നിലമ്പൂർ തേക്ക്വുഡ് ആൻഡ് ഫർണിച്ചർ. ഇന്ന് നമ്മൾ റിവ്യൂമായി കൊണ്ടുവന്നിരിക്കുന്നത് 3 ഡോർ അലമാരയാണ്. ഈ 3 ഡോർ അലമാരയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ എവിടെ മഷിട്ട് നോക്കിയാൽ പോലും ഒരു തുള്ളി വെള്ളം കാണില്ല. അത് അങ്ങനെ ഉണ്ടാക്കിയതാണ്. നമ്മളെ യൂട്യൂബിലൂടെ കിട്ടിയ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ വ്യൂ ഒന്ന് നോക്കാം. ഇതാ ഓവറോൾ ലുക്ക് വരുന്നത്. ഇതാ 3 ഡോർ അലമാരൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. ഇവിടെ ഒരു തട്ട് വരുന്നുണ്ട്, ഇവിടെ ഒരു തട്ട് വരുന്നുണ്ട്, ഇവിടെ പിന്നെ താഴെ ഇതാ ഇവിടെ നമുക്ക് ഇവിടെ ഒരു വലിപ്പ് വരുന്നുണ്ട്. ഇതാ ഇവിടെ ഒരു ഡ്രോ വരുന്നുണ്ട്. അങ്ങനെ 3 ഡ്രോസ് ആണ് വരുന്നത്. ഇത് നമ്മൾ പ്രത്യേകം കസ്റ്റം ചെയ്ത് ഉണ്ടാക്കിയതാണ്. നമ്മളെ യൂട്യൂബിലൂടെ കിട്ടിയ ഒരു കസ്റ്റമറിന് വേണ്ടിയാണ് നമ്മൾ ഈ അലമാര നിർമ്മിച്ചിരിക്കുന്നത്. ഈ അലമാരയുടെ പ്രൈസ് വരുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിലും അധികമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ അലമാരയുടെ പ്രൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോർമൽ അലമാര 2 എണ്ണം വാങ്ങാനുള്ള പ്രൈസ് ഇതിന് വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ അറിയാം. ഇതിൻ്റെ ഗ്രെയിൻസ് നോക്കുക. ഫ്രണ്ട് വശവും ഉൾവശവും ബാക്ക് വശവും എല്ലാ വശവും നോക്കാം. ഒരു തരി വെള്ള ഇതിൽ കാണില്ല. അങ്ങനെ പ്രത്യേകം പറഞ്ഞ് ഉണ്ടാക്കിയതാണ്. നിങ്ങൾ കസ്റ്റമേഴ്സിന് അനുസരിച്ച് നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചുള്ള സാധനങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു വെള്ള കുടുങ്ങരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കി തരും. അതിനുള്ള ക്യാഷ് വരും. ഇനിയിപ്പോൾ നമുക്ക് ഒരു 90% കാതൽ മതി, 10% വെള്ള വരുന്നതിന് പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് നല്ലതായിട്ട് ലോ ആവും, കുറയും. അപ്പോൾ നമ്മൾ ഇത് നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഇതിൻ്റെ ഗ്രെയിൻസ് നോക്കൂ, ഇതിൻ്റെ ഭംഗി കണ്ടില്ലേ. പിന്നെ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ ഹൈറ്റ് കണ്ടോ. നമ്മൾ നോർമൽ അലമാര 81 ഇഞ്ചാണ് ഉണ്ടാവുക. അതാ ഇത്ര, അതിലാറെ ഒരു 4 ഇഞ്ചും കൂടെ ഇതിന് അധികം ഉണ്ട്. അത് കസ്റ്റമർ പറഞ്ഞുണ്ടാക്കിയതാണ്, ഇത്ര ഹൈറ്റ് ആണെന്ന് പറഞ്ഞിട്ട്. ഈ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് സ്റ്റോറേജ് സ്പേസ് കൂടും. ഇത് നമ്മളെ നോർമലി നമ്മൾ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ 2 ഡോർ അലമാരൻ്റെ. അപ്പോൾ നമ്മളെ ഈ മോഡൽ നിങ്ങൾക്ക് എടുക്കുന്നതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഈ മോഡൽ എത്ര കാലം കഴിഞ്ഞാലും ഈ മോഡൽ ഔട്ടായി പോകത്തില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇതൊരു ഫോർമൽ ലുക്ക് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഫോർമൽ ലുക്കിൽ വരുന്ന ഒരു ബോക്സി ടൈപ്പ് അലമാരയാണ് ഇതെന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നോക്കിയാൽ തന്നെ അറിയാം ഇതിൻ്റെ വൃത്തി. നമ്മൾ പണി എന്ന് പറഞ്ഞാൽ അത്രക്ക് അടിപൊളിയായിട്ടാണ് നമ്മൾ പണിയാറുള്ളത് അലമാര. പിന്നെ നമുക്ക് ബംഗാളീസ് ഒന്നുമില്ല, ഫുള്ള് മലയാളീസാണ്. നാടൻ പണിയിലൂടെ ഉണ്ടാക്കുന്നതാണ്. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇതാ നമ്മൾ മുക്ക് വെട്ടിയിട്ടാണ് ചെയ്യാറ്. ഇനി നമുക്ക് അലമാരയുടെ റിവ്യൂയിലോട്ട് കിടക്കാം. ഇതാ നമ്മൾ നോർമൽ കൊടുക്കുന്നത് പോലെ ഇത് 3 ഡോർ ആണ്. പക്ഷെ ഇതിൻ്റെ അളവ് വരുന്നത് എന്ന് പറഞ്ഞാൽ 5.5 5.5 അടിയാണ് ഇതിൻ്റെ വരുന്നത്. നോർമലി നമ്മൾ 3 ഡോർ 5 അടിയിലും ഉണ്ടാക്കാറുണ്ട്. 5 അടി എന്ന് പറയുമ്പോൾ ഇത്ര കണ്ട് കുറയും. പക്ഷെ എന്നാലും നമുക്ക് 3 ഡോർ പോകും. ഇത് 5.5 അടി വീതി വരുന്നുണ്ട്. ഹൈറ്റ് എന്ന് പറഞ്ഞതാ നിലത്തുനിന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് ഇത്ര വരെ 84 ഇഞ്ച് വരുന്നുണ്ട്. ഇത് കസ്റ്റമർ പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ഇത്ര ഹൈറ്റിൽ ഉണ്ടാക്കിയതാണ്. നോർമലി നമ്മളെ ഒരു 81 ഇഞ്ചിലാണ് വെക്കാറ്. പിന്നെ നമ്മളെ ഇതെന്ന് വരുന്നത് 3.1-ന്റെ ചട്ടാണ്, ഡോർ ചട്ടം വരുന്നത്. കണ്ടില്ലേ ഗ്രെയിൻസ്. ഇതാണ് നമ്മളെ പ്രത്യേകത. നമ്മൾ പറഞ്ഞ പോലെ കസ്റ്റമറിന് എങ്ങനെയാണോ വേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോസ്റ്റ് കട്ട് ചെയ്ത് കാണ്ട് വെള്ള കലർന്നുള്ളതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരമാവധി കോസ്റ്റ് കട്ട് ചെയ്തിട്ട് തരും. പിന്നെ നമ്മൾ പരമാവധി കോസ്റ്റ് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ സാധനം അത്ര വെള്ളയൊന്നും ഉണ്ടാകത്തില്ല. നമ്മളങ്ങനെ നിങ്ങൾ മുന്നിലുള്ള വീഡിയോസൊക്കെ കണ്ടാൽ തന്നെ അറിയാം. നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറയുന്നുള്ളൂ. പക്ഷെ എന്തെന്ന് വെച്ചാൽ 100% ഇത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് 90% തരും, 90% ഗ്രെയിൻസ് കാതലുണ്ടാവുന്നു. ഇത് 100% ആണ്. 100 100ൽ 100 ഉണ്ട് ഇതിൽ ഗ്രെയിൻസ്. ഒരു തരി വെള്ളമല്ല. അതാണ് ഈ അലമാറിൻ്റെ പ്രത്യേകത. കസ്റ്റമർ പ്രത്യേകം പറഞ്ഞുകൊണ്ട് എത്ര പൈസ എത്രയായാലും പ്രശ്നമല്ല എന്ന് കസ്റ്റമർ പറഞ്ഞു. ഈ കസ്റ്റമർ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. യൂട്യൂബിൽ നിന്ന് നമ്മളെ വീഡിയോ കണ്ടിട്ട് പറയുമ്പോൾ നമുക്ക് അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയിട്ടില്ല. പക്ഷെ നമ്മളെ സാധനത്തിൻ്റെ ക്വാളിറ്റിയും നമ്മളെ ഇതും ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് കസ്റ്റമർ നമുക്ക് ഈ ഓർഡർ തന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ബോക്സ് കട്ടിലും ഉണ്ട്. പിന്നെ നമുക്ക് ഒരു ഡ്രസ്സിംഗ് ടേബിളും ഉണ്ട്.
ഇത് നമുക്ക് കണ്ണൂർക്കാണ് നമുക്ക് ഓർഡർ കിട്ടിയുള്ളത്. ഇത് നമ്മൾ നാളെ കൊണ്ടുപോകും. പിന്നെ ഇതിന്റെ ഹാൻഡിൽ വരിക എന്ന് പറഞ്ഞാൽ വുഡിന്റെ ഹാൻഡിലാണ് കേട്ടോ വരിക. ഇത് നാളെ മാറ്റടിച്ച് കഴിഞ്ഞിട്ട് വെക്കും. പിന്നെ നമ്മൾ ഇതിന്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, നമ്മൾ അവിടെ കൊണ്ടുപോയി കസ്റ്റമർ ഒരു റിവ്യൂ വീഡിയോ ചെയ്യുന്നുണ്ട്. കണ്ടിട്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് കണ്ടു കഴിഞ്ഞാലുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, നമ്മളെ വുഡ് കണ്ടിട്ട് കസ്റ്റമറുടെ ഇതെന്താന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഉൾവശത്തിന്റെ റിവ്യൂലോട്ട് കിടക്കാം. അത് ഫസ്റ്റ് തന്നെ ഇതാ നോക്കൂ, നമ്മളത് 3 ഡോറിലുള്ള സ്പേസ് ആണ്. ഇവിടെ നമുക്കൊരു ഹാങ്ങിങ് സ്പേസ് വരുന്നുണ്ട്, വലിയൊരു ഹാങ്ങിങ് സ്പേസ് ആണ്. പിന്നെ ഇവിടെ ഒരു ഡ്രോ വരുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ്, പിന്നെ പിന്നെ ഇതാ ഇവിടെ ഒരു തട്ട്, ഇവിടെ ഒരു തട്ട്, ഇവിടെ ഒരു തട്ട്, ഇതാ ഇവിടെ അതേപോലെ 1 2 3 ഇവിടെ താഴെ ഒന്നും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒന്ന്. പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ അതിൽ ഉഷാറായിട്ട് ഒരാൾക്ക് കയറി എടുക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇത്രയും സ്ഥലമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നല്ല നല്ല സ്ഥലമാണ്. ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇത് നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട എന്തായാലും നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ചോദിക്കും, ഇത് എവിടുന്നാ, അതെങ്ങനെ, എന്താ, ഇതിന് എത്രയായി, ഇത്ര നല്ല സാധനം എവിടുന്ന് കിട്ടിയെന്നൊക്കെ നിങ്ങൾ എന്തായാലും നിങ്ങൾ കൊണ്ടുപോയിട്ട അത് ഉറപ്പാ. കാരണം നമുക്ക് ഉറപ്പുണ്ട്, കാരണം അത്രയും ക്വാളിറ്റിയിലാണ് നമ്മൾ വർക്ക് ചെയ്യാറ്. കസ്റ്റമറിന് എന്താണോ ആവശ്യം അതനുസരിച്ച് നമ്മൾ ചെയ്യും. നമുക്ക് അലമാരാസ് മാത്രമല്ല കേട്ടോ, പലതും ഉണ്ട്. പക്ഷെ നമുക്ക് കൂടുതൽ അലമാരാസ് ഓർഡർ കിട്ടുന്നതുകൊണ്ടാണ് അലമാരയുടെ വീഡിയോ കൂടുതൽ വരുന്നത്. കട്ടിലിൻ്റെ ഉണ്ട്, കട്ടിലിനൊന്നും കൂടുതൽ നമുക്ക് വീഡിയോ എടുക്കാൻ ടൈം കിട്ടാറില്ല, ഉണ്ടാക്കുക കൊണ്ടുപോവുക. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഒരു ബിഗ് ന്യൂസ് ഉണ്ട്. പാലക്കാട് ഉള്ളവർക്ക് നമ്മളെ ന്യൂ ഷോപ്പ് വരാൻ പോകുന്നുണ്ട്. പാലക്കാട് പറളി പഞ്ചായത്തിലാണ് നമ്മളെ ഒരു പുതിയ ഷോപ്പ് വരുന്നത്. ഇൻഷാല്ലാ ഒരു ജൂണൊക്കെ ആകുമ്പോഴത്തേന് നമ്മളത് ഓപ്പൺ ചെയ്യും. ഒരു 1 മന്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഓപ്പൺ ചെയ്യും. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, ബിൽഡിങ്ങും എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട്. ഇനി സാധനങ്ങൾ കൊണ്ടുപോയി വെക്കുക, പിന്നെ അതിൻ്റെ ബാക്കി പരിപാടീസ് ഇൻഷാല്ലാ പെട്ടെന്ന് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റിവ്യൂലോട്ട് തന്നെ കിടക്കാം. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഈ ഗ്രെയിൻസ് കണ്ടാൽ തന്നെ എവിടെയും കിട്ടില്ല നിങ്ങൾക്ക് ഇത്ര നല്ല ഗ്രെയിൻസ്. അത് ഞാൻ ഉറപ്പ് തരാം. ഈ പൈസക്കില്ല മുതൽ നമ്മൾ തരും. നിങ്ങളെ എന്താണോ, നിങ്ങളെ ആവശ്യം എന്താണോ അതിനനുസരിച്ചാക്കാൻ നമ്മൾ ഫുഡ് തരിക. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് വശം നോക്കാം. സൈഡ് വശത്തിൻ്റെ കാതിൽ ഇതിൻ്റെ നമുക്ക് 2 ആളൊക്കെ വെച്ച് നീക്കാൻ തന്നെ പണിയാണ്. ഇതാണ് ഇതിൻ്റെ സൈഡ് വശം വരുന്നത്. ഒരേ പലകയായിട്ട് നിങ്ങൾക്ക് തോന്നും, കാരണം അത്രയും നമ്മളെ ഇത്ര നോക്കിയിട്ടാണ് ഇതിൻ്റെ ഇത് ചെയ്യുന്നത്. ഇപ്പം അതേപോലെ നിങ്ങൾക്ക് തോന്നുന്നത് ഇതിൻ്റെ ഷെയ്ഡും ഫ്രണ്ട് വശം മാത്രമാണ് കാതലെന്ന്. നമുക്ക് ഇതിൻ്റെ ബാക്ക് വശം കൂടി അങ്ങ് നോക്കിയേക്കാം. ഇതിൻ്റെ ബാക്ക് വശം ഇത് നീക്കണമെങ്കിൽ വേണം 4 ആളെ. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇതാണ് ഇതിൻ്റെ ബാക്ക് വശം വരുന്നത്. ബാക്ക് വശത്ത് പോലും ഒരു നൂല് വെള്ള പോലും പെട്ടിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് കണ്ടറിയാം. ബാക്ക് വശം പോലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, കസ്റ്റമർ പ്രത്യേകം പറഞ്ഞതുകൊണ്ട്. ഒരേ വുഡിൽ വരുന്ന, ഒരു വുഡിൽ നിന്ന് എടുത്ത സെയിം പലകയാണ്. കസ്റ്റമറിന് ഭാഗ്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ ചില ടൈമിൽ നമുക്ക് ഒരേ വുഡിൽ നിന്നുള്ള പലക കിട്ടത്തില്ല. ഇത് നമുക്ക് എന്തോ ഭാഗ്യത്തിന് നമുക്ക് സെയിം ആയിട്ടുള്ള കിട്ടിയിട്ടുണ്ട്. സൈഡിൽ പിന്നെ നമ്മൾ പരമാവധി ഒരേ വുഡിൻ്റെ തന്നെ കൊടുക്കാൻ നോക്കും. ബാക്ക് വാഷ് അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ബാക്ക് വാഷ് നമ്മൾ ഈ ഇതിന് നമുക്ക് എന്തോ ഭാഗ്യത്തിന് സെയിം സാധനം തന്നെ കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടറിയാം. ബാക്ക് വശത്തിൻ്റെ ക്ലിയർ പോലും അത്രയും ക്ലിയർ വുഡാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിനുള്ള പൈസ ഉണ്ടാവും. നിങ്ങളെ കയ്യിലുള്ള ബഡ്ജറ്റ് എത്രയാണോ അതിനനുസരിച്ചുള്ള തേക്കിൽ നിർമ്മിക്കുന്ന എല്ലാ ഐറ്റംസും നമ്മളെ അടുത്തുണ്ട്. നമ്മളെ സ്ഥലം അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, നമ്മളെ പുതുതായി നമ്മളെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മളെ സ്ഥലം എവിടെ വരുന്നത് വെച്ചാൽ മലപ്പുറം നിലമ്പൂരാണ് വരുന്നത്. തേക്കിൻ്റെ നാട് എന്നറിയപ്പെടുന്ന നിലമ്പൂരാണ് നമ്മളെ സ്ഥലം വരുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ മോഡൽസ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ വിലയേറിയ സപ്പോർട്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനും പിന്നെ ഇത്ര നല്ല പ്രൊഡക്ട്സ് നിങ്ങളിലേക്ക് ഡയറക്റ്റായി എത്തിക്കാനും മിഡിൽ മാൻ ഇല്ലാതെ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ടാണ് കിട്ടുന്നത്. പിന്നെ നമ്മളെ മോഡൽസ് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ അല്ലേ. ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ മോഡൽ വരുന്ന റൂട്ടർ നമുക്ക് നിങ്ങൾക്ക് എന്താണോ ആവശ്യം, ഞാൻ ഫോട്ടോസ് നമ്മൾ ഇതിൻ്റെ മുമ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾക്ക് അതാണോ വേണ്ടത്, ഇനി നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഡോറിൻ്റെ മോഡൽ വേറെ നിങ്ങൾക്ക് പ്രിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ ഫോട്ടോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചും ചെയ്ത് തരും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കസ്റ്റമറിന് മോഡൽ അയച്ചു കൊടുത്താണ്. അപ്പോൾ കസ്റ്റമർക്ക് മോഡൽ ഈ മോഡലാണ് പറ്റിയത്. നമ്മളെ അടുത്ത് വേറെയും കുറേ മോഡൽസ് ഉണ്ട് ഡോറിൻ്റെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മളെ ഓവറോൾ ലുക്ക് കണ്ടില്ലേ നിങ്ങൾ, ഇതാണ് നമ്മളെ പ്രത്യേകത വരുന്നത്. നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട 100% ഇത് എവിടുന്നാ നിങ്ങൾ ആൾക്കാർ ചോദിക്കും. എനിക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ട് നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച്. നമ്മളെ അടുത്തേക്ക് നിങ്ങൾക്ക് നിലമ്പൂർക്ക് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി വരാൻ നോക്കുക. നിങ്ങൾക്ക് കണ്ട് ബോധ്യപ്പെട്ടിട്ട് നമ്മളെ അടുത്തുനിന്ന് സാധനം പർച്ചേസ് ചെയ്യാൻ കഴിയും. നമ്മളെ അടുത്തേക്ക് നിങ്ങൾക്ക് തോന്നുന്നത് വീഡിയോയിൽ കാണുന്നത് പോലെ ഇല്ലാന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങോട്ട് ക്ഷണിക്കുകയാണ്. കാരണം എനിക്കറിയാം, ഞാൻ ഗ്യാരണ്ടി തരികയാണ്. എൻ്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൊഡക്റ്റ് നിങ്ങൾ എത്രയാണോ നമ്മൾ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ നമ്മൾ ചെയ്തു തരും. അതിനുള്ള ക്വാളിറ്റി നമ്മൾ തരും. ഇത് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എത്ര കാലം കൊണ്ടുപോയിട്ടാലും ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല ഈ മോഡൽസിന്. പിന്നെ നമ്മളെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ നമുക്ക് കൂടുതൽ കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള ഒരു ഇത് വരത്തുള്ളൂ, മോട്ടിവേഷൻ. അപ്പം എല്ലാവരും ഇത് കൂടുതൽ ആൾക്കാർ പുതിയ പുതിയ വീട് ഉണ്ടാക്കുന്നവരും അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങളെ റിലേറ്റീവ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചെറിയ വീഡിയോ ആക്കിയിട്ടാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൈമില്ല. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ രാത്രി 10 മണിക്കാണ്. അപ്പോഴാണ് ഒന്ന് ഒഴിവ് കിട്ടിയത്. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് ബോക്സ് കട്ടിലിൻ്റെ വീഡിയോയും കൂടി എടുക്കാൻ ഉണ്ട്. നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒറ്റക്കാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്തുനിന്നുള്ള വ്യൂവിലോട്ട് കിടക്കാം. നിങ്ങൾ ഈ അടുത്തുനിന്ന് ഞാൻ പറഞ്ഞ ഈ ഗ്രെയിൻസ് ഉണ്ടോ, വെള്ളം ഇട്ടിട്ടുണ്ടോ ഇല്ലേന്നൊക്കെ ഉള്ള അടുത്തുനിന്നുള്ള ഒരു വീഡിയോ നമുക്ക് എടുക്കാം. എന്നിട്ട് നിങ്ങൾ തന്നെ പറയൂ ഇത് കാതലുണ്ടോ, ഗ്രെയിൻസ് ഉണ്ടോ, അതോ വെള്ളം ഉണ്ടോ എന്നൊക്കെ. നമ്മൾ അടുത്തുനിന്നുള്ള വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് നമ്മളെ അടുത്തുനിന്നുള്ള അലമാരയുടെ ലുക്ക്. അതായത് കണ്ടോളൂ, ഇത്ര നല്ല ഗ്രെയിൻസ് ആണ്. ഒരേ വുഡിൻ്റെ പലക തന്നെയാണ് നമ്മൾ ഇതിന് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇതാണ് നമ്മളെ ഈ വശത്തെ സൈഡ് പലക വരുന്നത്. ഒരു തരി വെള്ളം ഉണ്ടാകത്തില്ല. നമ്മളെ അലമാരൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം. ഒരു നൂല് വെള്ളം പോലും ഉണ്ടാകത്തില്ല. കണ്ടോ, ഞാൻ ഇതാ പറഞ്ഞ നമ്മളെ മുക്ക് വെട്ടിയിട്ടാണ് നമ്മൾ പണി ചെയ്യാറ്. പിന്നെ കണ്ടോളൂ, ഇതാണ് നമ്മളെ നിലമ്പൂർ തേക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്ര നല്ല ഗ്രെയിൻസ് വേറെ തന്നെ, കാണാൻ വേറെ തന്നെ രസമായിരിക്കും. നമുക്കിതിൻ്റെ ഈ സൈഡ് വശം കൂടി നോക്കാം. ഈ സൈഡ് വശം ഇതാ വരുന്നത്. കണ്ടോ, നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുക. എന്താന്ന് വെച്ചാൽ ഒരേ വുഡ് ഈ നീളത്തിൽ നമ്മളെ പലകൻ്റെ ഇത് കണ്ട ഒറ്റ പലക കൊടുത്തതാന്ന് വിചാരിക്കും. അതാണ് നമ്മളെ പണീൻ്റെ പ്രത്യേകത. കണ്ടില്ലേ, ഇത്ര നല്ല ക്ലിയർ കട്ട് സാധനമായിരിക്കും. തരുന്ന പൈസക്കുള്ളതിന് എല്ലാം ഉണ്ടാവും. ഇതാ ഈ ഡോറിൻ്റെ ഈ വശം ഒരു നൂല് വെള്ളം പോലും കൊടുക്കത്തില്ല. അതാണ് ഇതാ കണ്ടോ, ഇതാണ് നമ്മളെ അലമാരൻ്റെ ഉൾവശം അടുത്തുനിന്നുള്ള കാഴ്ചയാണിത്. ലൈറ്റ് കിട്ടുന്നുണ്ടോയെന്ന് അറിയത്തില്ല.
കണ്ടോ, ഈ ഡോറ് തുറക്കാം. ഇതിന് മാറ്റ് അടിക്കാണ്ട് മൊത്തത്തിലൊന്ന്, അത് ലാസ്റ്റ് പ്രോസസ്സാണ് പോളിഷിങ്ങിലെ. കണ്ടില്ല, നമ്മളെ വുഡിൻ്റെ ക്വാളിറ്റി നിങ്ങൾ കണ്ടോളൂ. ഈ വെളിച്ചെല്ലോടത്തുനിന്ന് നമ്മളെ വുഡിൻ്റെ ക്വാളിറ്റി ഇതാണ് നമ്മളെ ക്വാളിറ്റി. ഇതാണ് നിലമ്പൂർ തേക്ക് എന്നില്ല ഇതിൻ്റെ പ്രത്യേകത. ഇതാണ് കണ്ട, ഇത്ര നല്ല ക്വാളിറ്റി ആയിരിക്കും. ഇതാ മൊത്തത്തിൽ നമ്മളെ ഉൾവശം ബാക്ക് നിന്ന് നോക്കുമ്പോൾ ഇത്രയും നല്ല സ്പേസ് ഉണ്ട് ഉള്ളിൽ. നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് വേണം നമുക്ക്. എല്ലാവരും ഷെയറും ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബും ചെയ്യുക. എന്നാലേ നമ്മൾ പുതിയ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങളിലോട്ട് എത്തുകയുള്ളൂ. അതിനാണ് നിങ്ങളോട് സബ്സ്ക്രൈബും ചെയ്യുക, ബെല്ലൈക്കണ് അമർത്തുകയും ചെയ്യും വേണം. എന്നാലേ നമുക്ക് പുതിയ പുതിയ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വീഡിയോ എത്തത്തുള്ളൂ. അപ്പോൾ നമ്മളെ ഇന്ന് കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഇതിനെക്കുറിച്ച് റിവ്യൂ പറയാണ്ട് നമുക്ക് ടൈമിൻ്റെ പരിധി കൊണ്ട് നമ്മൾ പറയാതെ നിൽക്കുകയാണ്. ഇതിൻ്റെ നമ്മൾ മൊത്തത്തിലൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ കൊണ്ടുപോകുന്നതും അവിടെ വെച്ചിട്ട് കസ്റ്റമറുടെ അഭിപ്രായവും ഒക്കെ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്.